നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. ബിഗ് ബോസ് കൊടുക്കുന്ന പണി ഒന്നും പോരാഞ്ഞിട്ട് ഷാനവാസ് സ്വന്തമായിട്ട് പണി കൊടുക്കാനാണ് അവിടെ പോയിരിക്കണേന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ട് ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. അത് ഷാനവാസിൻ്റെ തലയിൽ തന്നെ വീഴുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യമില്ലാതെ ചെന്ന് ഒരു മുട്ട പണി മേടിച്ച് കൂട്ടിയിരിക്കുകയാണ്. ശരത്തും അക്ബറും കൂടി ഇരിക്കുന്നിടത്തേക്ക് ഷാനവാസ് ചെല്ലുന്നു. എന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് പറയുന്നു, നീ എന്നെ ആ ടാസ്ക് നിന്ന് ഒഴിവാക്കിയത് ഒന്നെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നീ മനസ്സിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുമെന്ന്. അതായത് അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടിയപ്പോൾ ഈ പുകഞ്ഞ ഉള്ളി പുറത്ത് നിന്നുള്ള ടാസ്കിനകത്തുനിന്ന് ഷാനവാസിനെ ഒഴിവാക്കി. പകരം ഷാനവാസിന് പകരം രഞ്ജിത്തിനെ പുറത്തേക്കാക്കുകയും ചെയ്തു. അപ്പോൾ അക്ബർ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നു. പക്ഷേ ഇതിനു മുമ്പ് അക്ബർ പറഞ്ഞിരിക്കുന്നത് അതല്ല റീസൺ എന്നുള്ളതാണ്. ഷാനവാസിനെ അകത്തേക്കാക്കാനായിട്ടുള്ള കാരണം അക്ബർ നേരത്തെ പറഞ്ഞത്, അതായത് ഷാനവാസ് 4 ദിവസം അവിടെ തികച്ചു കഴിഞ്ഞാൽ ആ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു പേര് വരും. ആ പേര് ഷാനവാസിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അക്ബർ ഷാനവാസിനെ അകത്തേക്ക് വിളിക്കുകയും രഞ്ജിത്തിനെ പുറത്തേക്കാക്കുകയും ചെയ്തതെന്നാണ്. പക്ഷേ ഇപ്പോൾ അക്ബർ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ മരുന്ന് കഴിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ഉറങ്ങിപ്പോയി, അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്, എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങിപ്പോവും, പിന്നെ അത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്, അപ്പോൾ വീക്ക്നെസ് വെച്ചിട്ട് നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല, പകരം എനിക്ക് നിങ്ങളെ അകത്ത് കിട്ടണം, ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങളെ പുറത്താക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യമില്ലേ, ഷാനവാസ് പറയാണ്, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യത്തെ ദിവസം ഒട്ടും ഉറങ്ങിയിട്ടില്ല, ഗോഡ് പ്രോമിസ്, ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല അത്. അപ്പോൾ ശരത്ത് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ലേ? അപ്പോൾ പറയുന്നു, ഞാൻ ഒരു ശതമാനം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ വന്നതും എന്നെ എടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. മറ്റേ സരികയും അപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സരിക വന്ന് എൻ്റെ തല ഇങ്ങനെ പൊക്കാൻ ശ്രമിച്ചതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്ന്. ആക്ച്വലി സരിക വന്ന് അങ്ങനെ ഷാനവാസിനെ എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ജിസേലും ബിൻസിയൊക്കെ കൂടിയാണ് ഈ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും പുള്ളി പറയുന്നു ഷാനവാസ് ഉറങ്ങിയിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പോൾ അക്ബർ തിരിച്ച് തർക്കിക്കുന്നുണ്ട്, കള്ളം പറയല്ലേ ഷാനവാസെ, നീ ഉറങ്ങിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു നടനാണ്, ഒരു ആക്ടറാണ്, അപ്പോൾ അങ്ങനെ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് ഷാനവാസ് പറയുന്നു. അവർ സമ്മതിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു. അതിൽ അക്ബർ പറയുന്നു, നിങ്ങൾ ഇപ്പം പറഞ്ഞത് തന്നെ പിന്നെ മാറ്റി പറയും, നിങ്ങളുടെ ഈ ഡബിൾ സ്റ്റാൻഡൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്താണ്, പല വിഷയത്തിലും പ്രേക്ഷകർക്ക് അത് അറിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നു, ശരി നീ ഒരു വിഷയം പറ, ഞാൻ അങ്ങനെ കാണിച്ച ഒരു വിഷയം നീ പറയാൻ പറയുമ്പോൾ അക്ബർ ഈ അനുവായിട്ട് നടന്നിട്ടുള്ള വിഷയമാണ് എടുത്തിട്ടിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നു, അത് അനു തന്നെ പറഞ്ഞതല്ലേ, നീ നിൻ്റെ ഭാര്യ ഡോക്ടറാണ്, അപ്പോൾ ഡോക്ടർമാരെയൊക്കെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് നീയും സംസാരിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. എന്നിട്ട് ഈ ഷാനവാസ് പറയുകയാണ്, എനിക്ക് എൻ്റെ കൂടെയുള്ള 3 പേരെയും ആദ്യത്തെ ദിവസം വിശ്വാസം ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? പിന്നെ 2ാമത്തെ ദിവസമായപ്പോഴത്തേനും അവരത്രേ ഉറക്കം നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിശ്വാസമായപ്പോഴാണ് 2ാമത്തെ ദിവസം ഞാൻ കിടന്നുറങ്ങിയെന്നുള്ളത്. ഈ അക്ബർ എന്ത് ചെയ്തു, ഇത് ചെന്ന് ബിൻസീൻ്റെ അടുത്തും ശൈത്യൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും ചെന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ പറഞ്ഞു, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ചേട്ടാ, അപ്പം ഞങ്ങളെ ചീറ്റ് ചെയ്യല്ലേ. ശൈത്യ ആയിക്കോട്ടെ ജിസേലും ആയിക്കോട്ടെ ഒട്ടും ഉറങ്ങിയിട്ടേ ഇല്ല ആദ്യത്തെ ദിവസം. ഫുൾ ഈ ഷാനവാസിന് കാവലിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ ഞങ്ങളെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ, അപ്പോൾ ചേട്ടൻ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബിൻസി ആകെ പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ ഷാനവാസിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് നിന്നങ്ങ് സംസാരിക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല, അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കണമായിരുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയണമായിരുന്നു, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാമെന്ന് പറയണമായിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാവലിരുന്ന ബാക്കിയുള്ളവരൊക്കെ ആരായി എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ആദ്യമായിട്ടാണ് ബിൻസി ഇത്രയും നേരം ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് കാണുന്നത്. ഏതായാലും സംഗതി ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പോയി. കൂട്ടത്തിൽ ഈ അക്ബർ വന്നിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞത് അയാൾ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്, നിങ്ങളല്ലേ അയാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം കാവലിരുന്നത്, ഇപ്പം എന്തായി എന്ന് ഇടയ്ക്കിടയ്ക്ക് അക്ബർ വന്നിട്ട് മറ്റേ പെട്രോൾ ഒഴിച്ച് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുമുണ്ട്. ഏതായാലും ഷാനവാസ് പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇപ്പം ആദ്യത്തെ ദിവസം ഞാൻ എങ്ങനെ ഉറങ്ങും, നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ബാക്കിയുള്ളവരൊക്കെ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ചേട്ടൻ അവർ വന്ന് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങളും കൂടെ പറഞ്ഞതല്ലേ, അപ്പം ഞാൻ എങ്ങനെ അത് വിശ്വസിച്ച് കിടന്നുറങ്ങും?
ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക് നിങ്ങളെ കാട്ടിക്കൊടുക്കില്ല, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു കൊടുക്കാൻ നിന്നിട്ടില്ല എന്നും പറയുന്നു. എന്തായാലും ആ വിഷയം ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതി. അക്ബറിന് കിട്ടിയ അവസരം അക്ബറും ശരത്തും കൂടെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും.